അടുത്തൊരു 72 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സർപ്രൈസാണ് വരാൻ പോണത്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചില സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഒരു ടവർ സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പ് വഴി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് തരത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടും അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒരു ടവർ മൊമെന്റ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് രീതിയിൽ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സിറ്റുവേഷനെയോ ഈ പേഴ്സണെയോ തന്നെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ടോ തന്നെ ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു കാര്യത്തിൽ ഈ ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിംഗ് ആയിരിക്കാം. നിങ്ങളും ഈ ഒരു സെപ്പറേഷനിൽ അഗാധമായിട്ട് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ നിങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നു എന്നുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് തിരികെ വരുന്നു. മേ ബി ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 50-60% ചാൻസസ് ആണ് കാണുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വളരെയധികം പോസിബിലിറ്റി ആണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നോക്കിയപ്പോൾ പോസിബിലിറ്റീസ് വളരെ കുറവായിട്ട് കണ്ടു. പക്ഷേ ക്ലാരിഫിക്കേഷൻ എടുത്തപ്പോൾ നമുക്ക് നോക്കൂ, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വരാൻ പോണത്. അതും വളരെ പെട്ടെന്നാണ്. അവർ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ കോളായിട്ടോ എങ്കിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് നമുക്കിവിടെ ലഭിച്ചത്. ആൻഡ് ദെൻ യെസ്, വൺ സൈഡഡ് ലവ് ആണ്. അതിന് ഒരു അവേക്കനിങ് സ്റ്റേജിലുണ്ടാവണം. ചിലപ്പോൾ നിങ്ങളിൽ ഒരാൾക്കായിരിക്കണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരാൾക്കാണ് കൂടുതൽ സ്നേഹം എന്ന് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് ഒരു അവേക്കനിങ് ഉണ്ടാവുകയാണ്. ഈ ഒരു സെപ്പറേഷനിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ആ ഒരു അവേക്കനിങ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ വ്യക്തി ഈ ഒരു കാര്യം റിയലൈസ് ചെയ്ത് ഈ ഒരു സ്നേഹം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. റീബർത്ത് ആൻഡ് 2 ഓഫ് കപ്സ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് ജെനുവിനായിട്ടുള്ളൊരു ലവ് ആണ്. നിങ്ങൾ പല ജന്മങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തികളാണ്. വീണ്ടും പുനർജനിച്ച് നിങ്ങൾ ഒന്ന് ചേരാനായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളതാണ്. ഡിവൈനായിട്ട് തന്നെ നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ളതാണ് എന്നിവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ലൈഫ് അവരെപ്പോഴും ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് അവരിപ്പോൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. ഓക്കെ, അൺകണ്ടീഷണൽ ലവ്, അത് ഇതുവരെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം, ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പരിധിക്കുള്ളിൽ, ഈ ഒരു സമയപരിധിക്കുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്.
ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്ത കാർഡ്സിലേക്ക് ഒരുപാട് സാഡ്നെസ് ആയിരുന്നു, ഒരുപാട് സങ്കടമായിരുന്നു. മേ ബി നിങ്ങളുടെ ഈ സെപ്പറേഷൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പോസിബിലിറ്റീസ് വളരെ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു പോസിബിലിറ്റി ഇവിടെ നമുക്ക് സൂൺ കാർഡ് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ദ സൺ കാർഡ് ഈസ് ഹിയർ. ഓക്കെ, റീബർത്ത് കാർഡ് ഈസ് ഹിയർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റി ഒരുപാട് പേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും ഞാൻ നേരത്തെ പറഞ്ഞു 50-60% എന്ന്. ഇപ്പോൾ എനിക്ക് 100% പറയാൻ തോന്നുന്നു, പക്ഷെ അത് അങ്ങനെയല്ല. ജനറൽ റീഡിംഗ് ആണ്, എനിക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ പോലും ഒരുപാട് പേർക്ക് ഇത് ഈ ഒരു ചാൻസ് ഉണ്ട്, ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്, റീകൺസിലേഷൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ്. അവർ നിങ്ങളെ ഒരുപാട് രീതിയിൽ, ഒരുപാട് സ്വപ്നങ്ങളിലൂടെ നിങ്ങളെ അവർ കാണുന്നുണ്ട്. ഓക്കെ, ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റാക്കിൾസ് ഇൻ മൈ ലൈഫ്. മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഈ ഒരു സമയത്ത് ഉണ്ടാവാം. അതിനെല്ലാം എതിർക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഐ നോ യു ആർ പെർഫെക്റ്റ് ഫോർ മീ. നിങ്ങളാണ് അവർക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വ്യക്തി എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു. അങ്ങനെ ഒരു ചിന്ത വരികയാണ് അവർക്ക്. നിങ്ങൾ അത്രമാത്രം ജെനുവിനായിട്ട് അവരെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രമാത്രം ആഴമേറിയതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം. യു ആർ മൈ ലൈഫ്, മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് ആണ്. അവർ നിങ്ങളെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് കാണുന്നത്, അവരുടെ ലൈഫായിട്ടാണ് കാണുന്നത്. ആൻഡ് ഫൈനലി ഐ വിൽ കം ടു യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു കോണ്ടാക്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, വിത്തിൻ 48 hours. ഓക്കെ, 48 hours ചാൻസസ് ഉണ്ട്. ലെറ്റർ സി, ലെറ്റർ ഇ, ലോങ് ഹെയർ. ഓക്കെ, ലോങ് ഹെയർ ഉള്ള വ്യക്തിയായിരിക്കാം. കെയറിങ്, ഒരുപാട് കെയറിങ് ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കാം. കെയറിങ് സ്വഭാവത്തിൽ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ആൻഡ് ജൂൺ മന്ത്, ആൻഡ് ദെൻ റെഡ് കളർ 27, നമ്പർ 20. ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കാം. വിത്തിൻ 2 days. Okay, possibilities are there. Okay.